ഹായ് ഓൾ. മൊബൈൽ ഫോൺ ദീർഘനേരം ഉപയോഗിക്കുന്നത് കാരണം കഴുത്തിലും തോളിലും വേദന അനുഭവപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള എക്സർസൈസാണ് ഒന്ന് ചിൻ ടക്ക്, മറ്റൊന്ന് ഷോൾഡർ ബ്ലേഡ് സ്ക്യൂസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചിൻ ടക്ക് വ്യായാമം ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഇരിക്കുകയാണ്. തല കുനിയാതെ നേരെ നോക്കി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. നമ്മുടെ ചെവികളെന്ന് പറയുന്നത് തോളുകൾക്ക് കൃത്യം മുകളിലായിട്ട് വരണം. ഇനി ചിൻ ടക്ക് ചെയ്യുകയാണ്. തല മുകളിലേക്കോ താഴേക്കോ ചരിക്കാതെ താടി ഭാഗം മാത്രം പതുക്കെ ഉള്ളിലേക്ക് നമ്മുടെ കഴുത്തിന് നേരെ പിന്നിലേക്ക് വലിക്കുക. ഇപ്പോൾ നമ്മളൊരു ഡബിൾ ചിൻ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പിന്നിലേക്ക് തള്ളുകയല്ല, കഴുത്തിന് നേരെയാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന് ഓർക്കണം. ഈ അവസ്ഥയിൽ ഒരു 5 സെക്കൻഡ് പിടിക്കുക. അപ്പോൾ കഴുത്തിൻ്റെ പിൻഭാഗത്ത് ചെറിയൊരു വലിച്ചിൽ അനുഭവപ്പെടും. ശേഷം പതുക്കെ പഴയ അവസ്ഥയിലോട്ട് വരിക, റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ നമുക്ക് 10 പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ്. ഈ വ്യായാമം ചെയ്യുമ്പോൾ തോളുകൾ റിലാക്സ് ചെയ്ത് വെക്കണം. അടുത്ത എക്സർസൈസാണ് ഷോൾഡർ ബ്ലേഡ് സ്ക്യൂസസ്. തോളുകൾ കൂനിക്കൂടിയിരിക്കുന്നത് ഒഴിവാക്കാനായിട്ടും അതുമൂലം ഉണ്ടാകുന്ന മസിൽ ടൈറ്റ്നസ്സിലൊക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. ഈ എക്സർസൈസ് ചെയ്യാനായിട്ട് നേരെ നിവർന്ന് നിൽക്കുക. 2 കൈമുട്ടുകളും ഒരു 90 ഡിഗ്രിയിൽ മടക്കി നമ്മുടെ വശങ്ങളിലായിട്ട് ഒരു എൽ ആകൃതിയിൽ വെക്കുക. ഇനി നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ കൈമുട്ടുകൾ ശരീരത്തിൻ്റെ വശങ്ങളിൽ, അതായത് നമ്മുടെ റിബ് കേജിനോട് ചേർന്ന് തന്നെ ഇരിക്കണം. ഇനി നമ്മൾ സ്ക്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന കൈമുട്ട് ഉപയോഗിച്ച് സാവധാനം പിന്നിലേക്ക് തള്ളുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ സ്കാപ്പുല എന്ന് പറയുന്ന നട്ടലിന് നേരെ വന്ന് തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഷോൾഡർ ബ്ലേഡിനിടയിലായിട്ട് ഒരു പെൻസിലോ ഒരു പേപ്പർ കഷ്ണമോ ഉണ്ടെന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക. ഈ അവസ്ഥയിൽ ഒരു 5 സെക്കൻഡ്സ് പിടിക്കുക. പിന്നെ പതുക്കെ കൈമുട്ടുകൾ പഴയ സ്ഥലത്തേക്ക് കൊണ്ടൊന്ന് റിലാക്സ് ചെയ്യുക. 10 ടൈംസ് ചെയ്യുക. സേഫ്റ്റി പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. വ്യായാമം ചെയ്യുമ്പോൾ വേദനയോ മരവിപ്പോ തരിപ്പോ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ നിർത്തുക. പതുക്കെ തുടങ്ങുക. സാവധാനം മാത്രം വ്യായാമങ്ങൾ ആരംഭിക്കുക. പോസ്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ചെയ്യുന്നത് നല്ലതാണ്.